പുത്തൻ അറിവുകൾ സൃഷ്ടിക്കുന്നവരാക്കി വിദ്യാർത്ഥികളെ മാറ്റണമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. കണ്ണൂർ ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ശിക്ഷക് സദനിൽ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ സെമിനാർ എൻക്വയർ 2025 ഉദ്ഘാടനവും സർവീസിൽ നിന്ന് വിരമിക്കുന്നവർക്കുള്ള ആദരവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിവരസാങ്കേതിക വിദ്യയുടെ വികാസം മൂലം അറിവ് ശേഖരിക്കാൻ വളരെ എളുപ്പമായെന്നും ഇത്തരത്തിൽ ലഭിക്കുന്ന അറിവുകൾ ഉപയോഗിച്ച് ജീവിക്കുന്ന സമൂഹത്തിനും മാനവരാശിക്കു തന്നെയും ഉപയോഗപ്പെടുത്താവുന്ന പുത്തൻ അറിവുകൾ സൃഷ്ടിക്കുന്നവരാകാൻ വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കുക എന്നതാണ് അധ്യാപകരുടെ പുതിയ ദൗത്യമെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. കണ്ണൂർ ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ശിക്ഷക് സദനിൽ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ സെമിനാർ എൻക്വയർ 2025 ഉദ്ഘാടനവും സർവീസിൽ നിന്ന് വിരമിക്കുന്നവർക്കുള്ള ആദരവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇന്ത്യയുടെ വിശാലമായ സംസ്കാരത്തിൽ അലിഞ്ഞുചേർന്ന സാംസ്കാരിക ധാരകളെ തമസ്കരിക്കാനും ചരിത്ര ശാസ്ത്ര സത്യങ്ങളെ വക്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ നിലനിർത്താൻ അധ്യാപകർ ജാഗരൂകരാകണം. ക്ലാസ് മുറികൾ അറിവുകളുടെ പ്രാഥമിക സ്രോതസ്സുകളായിരുന്ന കാലം മാറിയ സാഹചര്യത്തിൽ അധ്യാപനം പുനർനിർവചിക്കപ്പെടണമെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ തന്നെ പരിസരങ്ങളിൽ നിന്ന് നമ്മുടെ മാറാവ്യാധികൾക്കുൾപ്പെടെ മറുമരുന്ന് കണ്ടെത്താനുള്ള ഗവേഷണാത്മക പ്രവർത്തനങ്ങൾ, അതുപോലെ പരിസര ശുചീകരണവുമായി ബന്ധപ്പെട്ട് വലിയ കീറാമുട്ടിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കൊക്കെ. ഇന്നിപ്പോൾ ഈ പരിപാടിക്ക് ശേഷം ഞാൻ പോകുന്നത് മാലിന്യമുക്ത നവകേരളവുമായി ബന്ധപ്പെട്ട് 8 അവാർഡ് നേടിയ നമ്മുടെ ജില്ലയെ അഭിനന്ദിക്കുന്ന പരിപാടിയിലേക്കാണ്. എന്തൊക്കെ പറഞ്ഞാലും അത് നമുക്ക് വലിയൊരു തലവേദന നൽകുന്ന വിഷയമാണ്. ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് നിരവധി ഗവേഷണാത്മക പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. KTU 1000 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്നുള്ള പ്രൊജക്റ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള നമ്മുടെ ക്യാമ്പസിന്റെ, അതായത് വിദ്യാലയത്തിന്റെ മതിൽക്കെട്ടിന് പുറത്ത് ബോധകേന്ദ്രം ഉറപ്പിക്കുന്ന അറിവന്വേഷണങ്ങളിലേക്ക് പോകാൻ നമ്മുടെ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കുക എന്നുള്ളത് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായൊരു ചുമതലയാണ്. ആ അധ്യാപകർക്കും വഴി കാണിക്കാൻ കഴിയുന്ന അധ്യാപകരായിട്ടാണ് ഡയറ്റിലെ സേവനം അവസരങ്ങൾ നൽകുന്നത്. ആ അവസരം നന്നായി ഉപയോഗിച്ച 2 പേർക്കും നല്ല ഭാവുകങ്ങൾ നേരുകയാണ്. ഒപ്പം തന്നെ ഇനിയും സമൂഹത്തിൽ അധ്യാപകർ എന്നുള്ള നിലയിൽ അവരുടെ സാന്നിധ്യം ഉണ്ടാകണം. KV സുമേഷ് MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KK രത്നകുമാരി വിശിഷ്ട അതിഥിയായി. സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഡയറ്റ് പ്രിൻസിപ്പൽ VV പ്രേമരാജൻ, സീനിയർ ലെക്ചറർ KK സന്തോഷ് കുമാർ എന്നിവർ ആദരവ് ഏറ്റുവാങ്ങി. SCRT ഡയറക്ടർ ഡോക്ടർ RK ജയപ്രകാശ്, NCRT അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മധുസൂദനൻ, ഭരതാഞ്ജലി എന്നിവർ മുഖ്യ പ്രഭാഷകരായി. സെമിനാറിൽ പ്രൈമറി, സെക്കൻഡറി, ഹയർ സെക്കൻഡറി മേഖലകൾ അധ്യാപകർ തയ്യാറാക്കിയ ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗം RDD R രാജേഷ് കുമാർ, കണ്ണൂർ DD KP നിർമ്മല, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ADA R ഉദയകുമാരി, സമഗ്ര ശിക്ഷ കേരളം DPC EC വിനോദ്, വിദ്യാകിരണം കോർഡിനേറ്റർ KC സുധീർ, കൈറ്റ് ജില്ലാ കോർഡിനേറ്റർ K സുരേന്ദ്രൻ, ഡയറ്റ് സീനിയർ ലെക്ചറർ K ജയദേവൻ, ഡയറ്റ് ലെക്ചറർ K രാഗേഷ്, റിട്ടയർഡ് സീനിയർ ലെക്ചറർ PV പുരുഷോത്തമൻ, അധ്യാപകർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു.